(1973) ചങ്ങനാശ്ശേരി രൂപതയുടെ മിഷൻ പ്രദേശമായ കന്യാകുമാരി ജില്ലയിലാണ് ചെറുതാനിക്കലച്ചൻ തൻ്റെ സ്വതന്ത്ര വൈദിക ശുശ്രൂഷകൾ സമാരംഭിക്കുന്നത്. പ്രവർത്തന രംഗങ്ങളിൽ ഞങ്ങളെ കണ്ടുമുട്ടുവാനിടയായത് അഭിനന്യ ചെറുതാനിക്കലച്ചന് നാട്ടിലെ കൊച്ചച്ഛൻ എന്നുള്ള രീതിയിലുള്ള പരിശീലനത്തിന് ശേഷം ആറുകാണിയിലെ വികാരിയായി വന്ന അവസരത്തിലാണ്. റോഡും വാഹന സൗകര്യങ്ങളും ഒരു നാടിൻ്റെ പുരോഗതിയിലെ നിർണായക ഘടകങ്ങളാണ്. കന്യാകുമാരി ജില്ലയിലെ മിഷൻ പ്രവർത്തനങ്ങളുടെ നവസംവത്സര അനുഭവങ്ങളുമായി പിന്നീട് ചെറുതാനിക്കലച്ചനെത്തുന്നത് സ്വന്തം നാടായ ഇടുക്കിയിലാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിൽ മ്ലാമല ഫാത്തിമ മാതാ ദേവാലയത്തിൻ്റെ വികാരിയായി. മ്ലാമല ഫാത്തിമ മാതാ ചർച്ചിൻ്റെ ഒരു പുണ്യമായിരുന്നു ബഹുമാനപ്പെട്ട മാത്യു ചെറുതാനിക്കലച്ചൻ. ഒരു കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു അച്ഛൻ 1982 ഈ മ്ലാമല പ്രദേശത്ത് വന്നപ്പോൾ. തുടർന്ന് ഈ മ്ലാമല പ്രദേശത്തിലെ ഓരോ വ്യക്തികൾക്കും ഇപ്പോഴും മറക്കാനാവാത്ത ഓർമ്മയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ നൽകിയിരിക്കുന്നത്. ഇത് അച്ഛൻ്റെ ജീവിത വിശുദ്ധിയിലൂടെയും ആത്മീയ പുണ്യങ്ങളിലൂടെയും വളർന്നു വന്ന ഒരു വലിയ സംഭാവനയാണ്. അത് ആത്മീയ മേഖലകളിൽ മാത്രമല്ല, ഭൗതിക മേഖലകളിലും അച്ഛൻ ഒരുപാട് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഇന്നും ഇവിടുത്തെ മൺതരികൾ പോലും ഓർക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മ്ലാമല ഹൈസ്കൂളും അതിനോട് ചേർന്നുള്ള ഒരുപാട് വികസന സ്വപ്നങ്ങളും. ജാതിമത ഭേദമന്യേ ഏവരോടും സ്നേഹത്തോടും സൗമ്യതയോടും ശാന്തതയോടും വിനയത്തോടും കൂടി പെരുമാറിയ ഒരു പുണ്യ വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട മാത്യു ചെറുതാനിക്കലച്ചൻ. ഇവിടെയും ദൈവാത്മാവ് അച്ഛനെ നയിച്ചത് ചില പ്രത്യേക മാർഗങ്ങളിലാണ്. അതാകട്ടെ പൊതുനന്മയിൽ അധിഷ്ഠിതവുമായിരുന്നു. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്ന പാലം. ഇവിടെ ആറിൻ്റെ ഇക്കരെയുള്ള ഒരുപാട് വീട്ടുകാരുണ്ട്. മ്ലാമലയോട്ട് പോണേ ആറ് കടന്നു പോകണം. അപ്പോൾ ആറിന് പാലമില്ല, കടത്തുവള്ളമൊന്നുമില്ലായിരുന്നു, ചെങ്ങാടമൊന്നും യാതൊരു വിധമായ സൗകര്യവുമില്ല. അപ്പോൾ പല വീടുകളിലും ചെന്നപ്പോൾ അമ്മമാരാണ്, അവിടെ വീട്ടിലെ അമ്മമാരാണ് വളരെ വേദനയോടുകൂടി പറഞ്ഞു, ഞങ്ങൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടെന്നാൽ തിരിച്ചു വരുന്നവരെ ഞങ്ങളുടെ ഉള്ളിൽ തീയാണച്ച. കടത്തുക സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെരിയാറിലെ വെള്ളം എപ്പോഴാണ് പൊങ്ങുന്നതെന്ന് അറിയത്തില്ല. മഴക്കാലമായെന്നാൽ ഏത് സമയത്തും വെള്ളം പൊങ്ങും. അങ്ങനെ വരുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് വലിയ വേദനയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാം, നമുക്ക്
നടത്തുവാനുള്ള സൗകര്യങ്ങൾ നമ്മളെല്ലാവരും കൂടി സഹകരിച്ചാൽ ഉണ്ടാകുമെന്നുള്ള അവരെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ വീടുകളിൽ കൂടെ പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ കണ്ണിമല എന്നാണ് ഇങ്ങോട്ട് വന്നത്. കണ്ണിമലയായിരുന്നപ്പോൾ അവിടെ ഒരു ഇതുപോലെയുള്ള വലിയ ആറൊന്നും അല്ലെങ്കിൽ ഒരു മുഴുത്ത തോടുണ്ടായിരുന്നു. ആ തോടിന് കടക്കാനായിട്ട് അന്ന് പാലമില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ കല്ല് പറക്കി അടുക്കി ആൾക്കാരും ഞങ്ങളെല്ലാം കൂടെ സഹകരിച്ച് കടക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിരുന്നു. അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ പെരിയാറിൻ്റെ അതുപോലെ അല്ല, ഒരു തോട് പോലെയല്ല, എന്നാലും എല്ലാവരും കൂടെ പരിശ്രമിക്കാമെങ്കിൽ ഒരു കടന്നു പോകത്തക്ക ഒരു സംവിധാനം ഉണ്ടാക്കാവുന്നൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. ചെറുതാനി പാലം എന്നറിയപ്പെടുന്ന ഈ പാലത്തിന് പിന്നിൽ വിശ്വാസബഹുലമായ ഒരു ചരിത്രമുണ്ട്. ജാതിമത ഭേദമന്യേ 10, 100, 150 ആൾക്കാർ വരെ ഒരുമിച്ച് ഇവിടെ ശ്രമദാനം നടത്തിയതായിട്ടുണ്ട്. ഞങ്ങളാദ്യം ഇങ്ങനെ പാലം പണിയുവാനായിട്ടല്ല, ഈ കല്ലടുക്കി 20 അടി വീതിയിൽ ഒരു 8 അടി പൊക്കത്തിൽ 10 അടി പൊക്കത്തിൽ 20 അടി വീതിയിൽ കല്ല് നല്ലപോലെ അടുക്കുക. അതിന് 4 വിടവ് ഇട്ടു. 15 അടി വീതി ഇടയിൽ 2 കല്ലടുക്ക് തമ്മിലുള്ള ആ വിടവിൽ കൂടി വെള്ളം പോകത്തക്ക രീതിയിൽ. അതിനുശേഷം വലിയ അന്ന് തടികൾക്കൊന്നും ഇത്രയും പ്രയാസമില്ലായിരുന്നു. അന്നത്തെ രീതിയിലൊന്നും വലിയ മരങ്ങൾ വെട്ടി അറപ്പിച്ച് കേഡറായിട്ട് ഈ ഒരു കല്ലട്ടിയിൽ നിന്ന് മറ്റേ കല്ലട്ടിയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് അതിന് മുകളിൽ പലകയടിച്ചപ്പോൾ സുഖമായിട്ട് ജീപ്പ് പോലും കടന്നുപോയി. എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു. ആൾക്കാരെല്ലാം വളരെ യാതൊരു വിധമായ ജാതി വ്യത്യാസമോ പാർട്ടി വ്യത്യാസമോ ഒന്നുമില്ലാണ്ട് 120, 150 ആൾക്കാരായിരുന്നു. അവരെല്ലാം വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനം കൊണ്ടുവന്ന് ഇവിടെ ഒന്നിച്ച് ആരെയും അതിൽ 1-2 പേര് കഞ്ഞിയൊക്കെ വെച്ച് എല്ലാവരും കുടിച്ച് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പെരിയാറിന് കുറുകെ അയ്യപ്പൻ കോവിൽ, വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലം 1990-ൽ ചെറുതാനിക്കലച്ചൻ്റെ നേതൃത്വത്തിലുള്ള ജനകീയ കൂട്ടായ്മ നിർമ്മിച്ചതാണ്. 1950 കാലഘട്ടത്തിൽ നാട്ടുമ്പുറങ്ങളിൽ നിന്ന് ഹൈറേഞ്ചിലേക്ക് കുടിയേറി വന്ന പാവപ്പെട്ട മനുഷ്യരുടെ പ്രതീക്ഷയായിരുന്നു ഈ പെരിയാറിന് ഒരു പാലം നിർമ്മിക്കുക എന്നുള്ളത്. കാലാകാലങ്ങളിൽ മാറി വന്ന അധികാരികൾ അവഗണിച്ചപ്പോൾ അതിന് ഒരു നേതൃത്വം കൊടുക്കുവാൻ ദൈവം അയച്ച ഒരു വൈദിക ശ്രേഷ്ഠൻ മളാമലയിൽ വന്നു. അതാണ് ഫാദർ മാത്യു ചെറുതാനിക്കൽ. അദ്ദേഹത്തിൻ്റെ പരിശ്രമഫലമായി നാനാജാതി മതസ്ഥർ കൂടി ത്യാഗത്തിൻ്റെ പ്രതീകമായി നിർമ്മിക്കപ്പെട്ട ഈ പാലം ഇന്നും ചെറുതാനി പാലം എന്ന പേരിൽ അറിയപ്പെടുന്നു. പീരുമേട് താലൂക്കിൽപ്പെട്ട 4 പഞ്ചായത്തുകളുടെ സംഗമസ്ഥാനമായ ഈ പ്രദേശത്തെ ഒരു പാലം നിർമ്മിച്ചത് ദൈവാനുഗ്രഹമായിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇന്നും കണക്കാക്കുന്നത്. യാതൊരുവിധ അധികാരികളുടെ സഹായങ്ങളുമില്ലാതെ ഈ പാവപ്പെട്ട മനുഷ്യർ അവർ ബഹുമാനപ്പെട്ട ചെറുതാനി അച്ഛൻ്റെ നേതൃത്വത്തിൽ കൂടി രൂപം കൊടുത്ത ഈ പാലം ഇന്നും വിവിധ സർക്കാരുകളുടെ അവഗണനയിലാണ്. അവസാനം ഇങ്ങനെ സ്ലാബ് വാർത്തിടുവാനായിട്ട് PDSൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പ്രോജക്റ്റ് അയച്ചു കൊടുക്കുകയും അറയ്ക്കപിതാവെന്ന PDSൻ്റെ ഡയറക്ടറായിട്ട് പീരുമേടിലിരിക്കുമ്പോഴാണ് അറയ്ക്കല പിതാവ് പറഞ്ഞു, ഞാൻ ഇതിൻ്റെ പൈസ ഉണ്ടാക്കത്തക്കതെല്ലാം കിട്ടത്തക്ക രീതിയിൽ ഉള്ള അറേഞ്ച്മെൻറ്റൊക്കെ നമുക്ക് അപേക്ഷ ശരിയാക്കാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അപേക്ഷ പിതാവിനെ ഏൽപ്പിച്ചു. ആ അപേക്ഷ പ്രകാരം ഞങ്ങൾക്ക് ഒരു ചെറിയ തുക അനുവദിച്ചു. 1,53,000 രൂപയാണ്. അതിൽ പകുതി കിട്ടിയാൽ മതി, പകുതി നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പിരിച്ചുണ്ടാക്കിക്കൊള്ളാമെന്നാണ് ഞങ്ങൾ അപേക്ഷയിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അതിൻ്റെ ഏജൻസി വന്ന് ഇവിടെ വരാനിടയായി കേരളത്തിൽ. അന്നേരം അദ്ദേഹം വിവരങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ
നമ്മൾ അപേക്ഷിച്ചിരുന്ന മുഴുവൻ തുകയും അവിടുന്ന് അവർ അനുവദിച്ചു തന്നു. അങ്ങനെ 1,53,000 രൂപ നമുക്ക് അവരുടെ സംഭാവനയായിട്ട് ലഭിച്ചു. ഇത്രയും രൂപ കിട്ടിയപ്പോൾ പിന്നെ ഞങ്ങൾ പാലമായിട്ട് കുറച്ചുകൂടെ വിപുലമായിട്ട് പണിയാനായിട്ട് ഇത്രയും തുകയെല്ലാം ഞങ്ങളതിന് ഒരു 50,000 രൂപയിൽ കൂടുതൽ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതുകൊണ്ട് പാലമായിട്ട് പണിയാനായിട്ട് ആ കല്ലടക്കിയിരുന്ന 1-2 കല്ല് കൂട്ടങ്ങൾ മാറ്റി അതുങ്ങളെ പാലമായിട്ട് പണിയത്തക്ക രീതിയിൽ ഒരു 86 അടി നീളത്തിൽ കോൺക്രീറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഇടയ്ക്ക് പില്ലർ പണിത് പാലമായിട്ട് പണിയുവാനായിട്ടുള്ള സംരംഭത്തിലേക്ക് പ്രവേശിച്ചു. അത് പൂർത്തിയാക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു, എല്ലാവരുടെയും സഹകരണത്തോടു കൂടി. അങ്ങനെയാണ് ഈ പാലം തീരുവാനായിട്ടിടയായത്. ചപ്പാത്ത് മ്ലാമല റൂട്ടിലുള്ള ഈ ശാന്തിപ്പാലം ഏലപ്പാറ, പീരുമേട് പഞ്ചായത്തുകളെ കൂടി പരോക്ഷമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ചെറുതാനിക്കൽ അച്ഛൻ്റെ നിശ്ചയദാർഢ്യം ഒന്നു മാത്രമാണ്: പെരിയാറിന് കുറുകെയുള്ള ഈ പാലം. അന്നത്തെ സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് ഈ പാലം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തത്. മ്ലാമല പ്രദേശവാസികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വൈദിക ശ്രേഷ്ഠനാണ് ബഹുമാനപ്പെട്ട ചെറുതാനിക്കൽ അച്ഛൻ. അച്ഛന് ഈ ഇടവകയുടെ അല്ല, ഈ നാടിൻ്റെ തന്നെ വികാരിയായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അനുസ്യൂതം വികസിച്ചുകൊണ്ടിരിക്കുന്ന മ്ലാമല എന്ന കൊച്ചു ഗ്രാമത്തിന് വികസനത്തിൻ്റെ പടവുകൾ തെളിച്ചെടുക്കുവാൻ ഏറ്റവും മുന്നിൽ നിന്നത് ബഹുമാനപ്പെട്ട ചെറുതാനിക്കച്ചനായിരുന്നു. അച്ഛന് മ്ലാമല വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലിരിക്കുന്ന ഒരു ഇടവകയിൽ അതിമനോഹരമായ 3 നിലകളുള്ള ഒരു ഹൈസ്കൂൾ കെട്ടിടം പണി തീർക്കുവാൻ സാധിച്ചു. അതോടൊപ്പം മ്ലാമലയുടെ വികസനത്തിൻ്റെ ഏറ്റവും കണ്ണിയായ കട്ടപ്പന, പെരിയാറ്, കൊമളി, വെള്ളാരംകുന്ന്, ഈരാറ്റുപേട്ട എന്നീ ഭാഗങ്ങളിലേക്കെല്ലാം യാത്ര ചെയ്യുവാൻ സാധിക്കുന്ന ഈ പെരിയാറിൻ്റെ കുറുകെ വളരെ ബലവത്തായ ഒരു പാലം ഉണ്ടാക്കുവാൻ സാധിച്ചു. നാടിൻ്റെ പൊതുനന്മയ്ക്കായി സേവനം ചെയ്യുമ്പോഴും തൻ്റെ ഇടവക സമൂഹത്തെ അദ്ദേഹം വിസ്മരിച്ചിരുന്നില്ല. വിശ്വാസ ചൈതന്യത്തിൽ വളരുവാൻ അവർക്ക് നിരന്തര പ്രേരണയായിരുന്നു ഈ വൈദികൻ. ആത്മീയവും ഭൗതികവുമായ ഒത്തിരി നേട്ടങ്ങൾ അച്ഛൻ വന്നേ പിന്നെ ഈ ഇടവകയ്ക്ക് കൈവരിക്കാനായിട്ട് സാധിച്ചു. ഇടവക ജനങ്ങളെ എല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒരു ചരടി കോർത്ത മുത്തായിട്ട് എല്ലാവരെയും വലിപ്പച്ചെറുപ്പം നോക്കാതെ എല്ലാവരെയും അച്ഛൻ സ്നേഹിച്ച് പരിപാലിച്ച് ഒരു ഇടയൻ എന്ന പോലെ അച്ഛന് 1989 വരെ അച്ഛൻ ഈ ഇടവക ജനങ്ങളെ നയിച്ചു. വിശ്വാസത്തോടൊപ്പം വിദ്യാഭ്യാസത്തിനും ഈ വൈദികൻ എന്നും പ്രാമുഖ്യം നൽകിയിരുന്നു. മ്ലാമല ഫാത്തിമ മാതാ ഹൈസ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതല അതുകൊണ്ട് തന്നെയാണ് സഭാ അധികാരികൾ ചെറുതാനിക്കൽ അച്ഛനെ ഭരമേൽപ്പിച്ചത്. 1982 മുതലാണ് ഈ ഫാത്തിമ ഹൈസ്കൂളിൻ്റെ വികസനത്തിൻ്റെ നല്ല കാലം ആരംഭിച്ചത് എന്ന് പറയാം. കാരണം അന്നാണ് ഈ ഫാത്തിമ മാതാ ദേവാലയത്തിൻ്റെ വികാരിയായി റെവറൻഡ് ഫാദർ മാത്യു ചെറുതാനിക്കൽ ചാർജ് എടുത്തത്. കഴിഞ്ഞ 7 വർഷക്കാലം ഒരു ദൈവാനുഗ്രഹത്തിൻ്റെയും വികസനത്തിൻ്റെയും പെരുമഴക്കാലം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. തൊട്ടടുത്ത ഒരു സ്കൂളിലേക്ക് യാത്രയാകണമെങ്കിൽ കാൽനടയായി ഏറെ ദൂരം സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ പുല്ലുമേഞ്ഞ ഒരു കെട്ടിടത്തിൽ ഇവിടെ നമ്മളുടെ വിദ്യാഭ്യാസം ആരംഭിച്ചു. അതിനുശേഷം മാത്യു ചെറുതാനിക്കൽ അച്ഛൻ്റെ
നിരന്തരമായ പരിശ്രമം മൂലം ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് നമ്മളുടെ ഈ വിദ്യാലയം ഉയർത്തപ്പെടുകയും നാനാജാതി മതസ്ഥരായിട്ടുള്ള ജനങ്ങളുടെ അക്ഷീണമായ പരിശ്രമവും നിതാന്തമായ ജാഗ്രതയും ഒപ്പം അച്ഛൻ്റെ നേതൃത്വ പാഠവും കൈകോർത്തപ്പോൾ ഇന്ന് കാണുന്ന ഈ വിദ്യാലയത്തിന് ഇവിടെ രൂപം കൊടുക്കുകയുണ്ടായി. അന്നു മുതൽ ഇന്ന് വരെയും 2015 1600ഓളം കുട്ടികൾ പഠിച്ചിരുന്ന ഈ വിദ്യാലയത്തിൽ 2015-16 വർഷത്തിൽ 100% വിജയത്തോടുകൂടി നമ്മുടെ സ്കൂൾ അച്ഛൻ്റെ പരിശ്രമ ഫലമായി നാട്ടുകാരുടെ നല്ല മനസ്സോടുകൂടി ഉയർത്തപ്പെട്ട ഈ വിദ്യാലയം അഭിമാനത്തിൻ്റെ വിളനിലമായി മാറുകയായിരുന്നു. അങ്ങനെ മനോഹരമായ ഈ സ്കൂൾ സമുച്ചയവും ചെറുതാനി പാലവും ഉൾപ്പെടെ നാടിൻ്റെ സമഗ്ര വികസനവും ഉറപ്പാക്കിയാണ് ഈ വൈദികൻ നീണ്ട 8 വർഷങ്ങൾ മ്ലാമലയിൽ സേവനം ചെയ്തത്. എൻ്റെ